എന്താ ഞങ്ങളുടെ പരാതി? വസ്തുതാവിരുദ്ധമായ ആ ശബരിമല കോട്ടിയെ കയറ്റിയത് കോൺഗ്രസ് ആണ്. അത് ശബരിമല മാത്രമല്ല, സോണിയാഗാന്ധിയുടെ അടുക്കള വരെ കൊണ്ട് കയറ്റി. ആ കയറ്റിയവന്മാര് അങ്ങനെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം ഞങ്ങളുടെ പാർട്ടിക്കെതിരായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർ കാണിച്ചത് മര്യാദയാണോ എന്ന് ചോദിക്കുന്നതിന് ആർക്കാ വിഷമം? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, പത്മകുമാറിന് എത്ര പ്രാവശ്യം റിമാൻഡ് നിഷേധിച്ചു? ജാമ്യം നിഷേധിച്ചു? എത്ര ദിവസമായിട്ട് റിമാൻഡില? എൻ വാസുവിന് എത്ര പ്രാവശ്യം ജാമ്യം നിഷേധിച്ച റിമാൻഡില? ആരാ എൻ വാസു? CPM 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആള്. CPM നേതാവല്ലേ? ഈ പറയുന്ന പത്മകുമാർ CPM നേതാവല്ലേ? MLA ആയിരുന്നില്ലേ? എന്നിട്ട് സഖാക്കൾക്ക് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ഇനി ആർക്കറിയാം? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഇവിടെ ശ്രീ അനിൽകുമാർ എന്നിട്ട് പല പ്രാവശ്യമായിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ അടുക്കളയിൽ എന്നൊക്കെ പറഞ്ഞു. ഈ മരണ വീട്ടിൽ ചിലവരൊക്കെ എണ്ണി പറഞ്ഞ് കരയും. ഓർമ്മയില്ല നമുക്ക്? മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്തവരായിരുന്നെങ്കിൽ അവരൊക്കെ എണ്ണി പറഞ്ഞ് കരയും. അത്തരത്തിലുള്ള കരച്ചിലായിട്ട് മാത്രമേ ഇതൊക്കെ കാണുന്നുള്ളൂ. ഞങ്ങൾ തിരിച്ചു പാട്ട് എഴുതി. ആ പാട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിങ്ങനെ അയ്യപ്പന്റെ പാരഡി അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബരിമല അയ്യപ്പനെയോ ഗുരുവായൂരപ്പനെയോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിശ്വാസ സങ്കേതങ്ങൾ ഉപയോഗിച്ച് പാരഡിപ്പാട്ട് എഴുതിയാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJPക്ക് കോൺഗ്രസിന് മറുപടി എഴുതിയെന്നല്ല മനോരമ നാളെ പറയാൻ പോണത്. അത് വഴിയേ അറിഞ്ഞോളൂ. ചരിത്രം മാറ്റാൻ ഒരിക്കലും ആവില്ലല്ലോ. പൈസ കൊടുത്തത് ആരപ്പാ? KMCC ആണപ്പാ. മൂരികളാണേ ആണപ്പാ. പൈസ കൊടുത്തത് ആരപ്പാ? ശ്രീ അനിൽകുമാർ, ഇത് ഗംഭീരമായ വരികളായി തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇതിനെതിരെ ഒരു കേസ് കൊടുക്കണ്ടേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ഈ ഏതാണ്ട് 100 കൊല്ലത്തിനടുത്തുള്ള പാർട്ടി, വിപ്ലവങ്ങളുടെ പാർട്ടി, പല സമരങ്ങളുടെയും പേരിൽ അഭിമാനം കൊള്ളുന്ന പാർട്ടി, ഒരു 3 ലൈൻ പാരഡി പാർട്ടി ഇങ്ങനെ പേടിക്കുന്നതിനാ. കാരണം ഈ പാട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമലയിൽ ഇവർ നടത്തിയ കൊള്ള, ആ കൊള്ള ജനങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ മാധ്യമമായിട്ട് ഈ പാട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഭയമാണ് ഇവർക്ക്. ഇവരെ തകർത്തെറിയാൻ പോകുന്ന, ഈ പാർട്ടിയെ കേരളത്തിൽ ഇല്ലാതെയാക്കാൻ പോകുന്ന, തകർത്തെറിയാൻ പോകുന്ന ശക്തി ഇന്ന് ആ വരികൾ കൊണ്ട് ഇവർ തിരിച്ചറിയുന്നു. അതാണ് ഇവരുടെ പേടി, ആ ഭയം. അതുകൊണ്ടാണ് ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോ.